ഹായ് മക്കളെ, നമ്മുടെ റിസർവ് ബാങ്കിനെ അറിയാലോ. റിസർവ് ബാങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ മക്കളെ. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഹെഡ് ആയിരിക്കും ഗവർണർ ആയിരിക്കും കേട്ടോ. കൂടാതെ തന്നെ റിസർവ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്ത് 1935 ഏപ്രിൽ 1 തീയതിയാണ്. കൊൽക്കത്തയിലാണുള്ളത്. അന്ന് ഇന്ത്യക്ക് സ്വന്തം ഒന്നും കിട്ടിയിട്ടില്ല, അന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് 1937 അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടേക്ക് മാറുന്നത്? മുംബൈയിലേക്ക് മാറ്റുന്നത്. ഇന്ന് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് കിടക്കുന്നത്? മുംബൈയിലാണ്. പിന്നെ മാറ്റിയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് കൊൽക്കത്തയിലായിരുന്നു, പിന്നീട് അത് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ചെയ്തത്. അങ്ങനെ 1949 നാഷണലൈസ്ഡ് അഥവാ ദേശസാത്കരിച്ചു. എന്നുവെച്ചാൽ ആ ബാങ്ക് എന്ത് ചെയ്തു? ഗവൺമെന്റിലേക്ക് കണ്ടുകിട്ടുന്നത് ആക്ച്വലി 1949 ഇവയാണ് നമ്മുടെ റിസർവ് ബാങ്കിന്റെ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇത് മാത്രമല്ല നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻസുകൾ നിർബന്ധമായിട്ട് പഠിക്കണം. അവയെല്ലാം തന്നെ ഓരോരോ വീഡിയോകളിലായിട്ട് ഈ ചാനലുകളിൽ വരുന്നുണ്ട്. കൃത്യമായിട്ട് മക്കൾ കാണുക. അതുപോലെ തന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആരാ? അറിയോ? അറിയെങ്കിൽ താഴെ കമന്റ് ചെയ്തോടാ.